തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ എബിൻ്റെ അനുഭവ സാക്ഷ്യമാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ദൈവവചന പഠനം എന്ന ലക്ഷ്യം പിൽക്കാലത്ത് തന്നെ ഒരു ക്രിസ്തീയ മിഷണറിയാക്കി മാറ്റി. വടക്കേ ഇന്ത്യയിൽ ഒരു മിഷണറിയായി പ്രവർത്തിച്ചു വരവെ പിടിപെട്ട മാരകരോഗത്തിൽ പതറിപ്പോയ സാഹചര്യത്തിൽ നിന്ന് ദൈവം സൗഖ്യമാക്കിയ അനുഭവ കഥ. ദൈവകൃപയാൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കുവാനിടയായിത്തീർന്നു. ജനിച്ച നാൾ മുതൽ തന്നെയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവും എൻ്റെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടിന് കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കായി, ദൈവത്തിൻ്റെ വേലയ്ക്കായി ദൈവം എന്നെ വേർതിരിക്കുവാനായിട്ടിടയായി തീർന്നു. ജനിച്ച് വളർത്തപ്പെട്ട എൻ്റെ ക്രിസ്തീയ ഭവനത്തിൽ തന്നെയും എൻ്റെ മാതാവ്, പിതാവ് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നവരായിരുന്നു. എൻ്റെ പിതാവ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ കൊച്ചു പ്രായം മുതൽ തന്നെയും ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവവചനത്തിൽ തന്നെ ഉറച്ച് ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുവാനായിട്ടിടയായിരുന്നു. എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു ആഗ്രഹമെന്ന് പറയട്ടെ, ഒരു ഡോക്ടറായി തീരണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരുണപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവവേലയ്ക്കായി ഞാൻ വേർതിരിക്കപ്പെടുവാനായിട്ടിടയായിരുന്നു. കൊച്ചു പ്രായം മുതൽ ഞാൻ ആശുപത്രിയിലൊക്കെ കടന്നു പോകുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡോക്ടർമാരെയും മറ്റുള്ളവരെയും കണ്ട് എൻ്റെ ജീവിതത്തിൽ അടങ്ങാത്തൊരു ആഗ്രഹമായിരുന്നു ഒരു ഡോക്ടറായി തീരുക, ഡോക്ടറായി പഠിച്ച് മുന്നേറുക എന്നുള്ളൊരാഗ്രഹം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മുഖേന എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു വഴിത്തിരിവ് നൽകുവാനായിട്ടിടയായിത്തീർന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവകൃപയാൽ ഒരു ക്യാമ്പിന് ഞാൻ അറ്റൻഡ് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. ആ ക്യാമ്പിൽ മുഖേന ദൈവം അന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ദൈവവേലയ്ക്കായിട്ടുള്ള ചിന്തയായിരുന്നില്ല, മറിച്ച് ഒരു ഡോക്ടറായി തീരണമെന്നുള്ള ചിന്ത മാറി. ആ നിമിഷം മുതൽ പരിശുദ്ധ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ വന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന അംബീഷൻ, എൻ്റെ ഒരു ലക്ഷ്യം അന്ന് മുതൽ മാറുവാനായിട്ടിടയായിത്തീർന്നു. ഞാനൊരു ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ദൈവം എന്നെ വിളിച്ച് വേർതിരിക്കുവാനായിട്ടിടയായിത്തീർന്നു. എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജനന സമയത്ത് പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും അതിൻ്റെ നടുവിൽ അവർ എന്നെ ദൈവവേലയ്ക്കായി സമർപ്പിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ മാതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവനൊരു ദൈവവേലക്കാരനായി തീരണം, ദൈവവേലയിൽ അഭിവൃദ്ധിപ്പെടണം, ദൈവത്തിന് വേണ്ടി വേല ചെയ്യണം എന്നുള്ളത്. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രവൃത്തി ദൈവം ചെയ്യുവാനിടയായിത്തീർന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ കടന്നു വന്നു. അന്നുവരെ ഞാൻ ചിന്തിച്ചിരുന്ന എൻ്റെ ചിന്തകളെ, എൻ്റെ പ്രവൃത്തികളെ മുഴുവനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് അത് മാറ്റുവാനിടയായിത്തീർന്നു. ഒരു ദൈവികമാകുന്ന വിളി എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുവാനിടയായിത്തീർന്നു. ആ ദിവസം തന്നെ ഞാനൊരു ദർശനം ദൈവസന്നിധിയിൽ കാണുവാനായിട്ടിടയായിത്തീർന്നു. കർത്താവിൻ്റെ കരം എൻ്റെ കരമായിട്ട് പിടിക്കുന്ന ഒരു ദർശനം ദൈവം എന്നെ കാണിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ ഒരു ദർശനത്തിൻ്റെ പുറമെയാണ് ഞാൻ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ എൻ്റെ ജീവിതത്തിൽ പകർന്ന ആ നാൾ മുതൽ തന്നെയും ദൈവം വലിയ കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ നാളുകൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുവാനായിട്ടിടയായിത്തീർന്നു. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുന്ന സമയം വരെയും എനിക്ക് പഠനത്തിൽ വളരെ അധികമാകുന്ന പ്രശ്നങ്ങൾ നേരിടുവാനായിട്ടിടയായിത്തീർന്നു. വലിയ മാർക്കൊന്നും 10ാം ക്ലാസ്സിൽ ലഭിച്ചില്ല എങ്കിലും ഞാനെടുത്ത് +1, +2 കാലഘട്ടങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ +1ലേക്ക് ഞാൻ പഠിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയം 10 കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് കടന്നു പോകണമെന്ന്. എന്നാൽ അന്ന് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചിരുന്ന ദൈവദാസൻ എന്നോട് പറഞ്ഞു, 10ാം ക്ലാസ്സിൽ വെച്ച് നീ പോകണ്ട, +2 കൂടെ പഠിച്ചതിന് ശേഷം നീ ബൈബിൾ കോളേജിൽ പോയാൽ മതി, അത് നന്നായിരിക്കുമെന്ന് പ്രിയ ദൈവദാസൻ എന്നെ അഡ്വൈസ് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഞാൻ ആ ദൈവദാസൻ്റെ വാക്കുകൾ മാനിച്ച് ഞാൻ +2 +1 പഠനത്തിനായി ഞാൻ കടന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു. ബാലരാമപുരത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ബയോളജി സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ ദൈവം എന്നെ പഠിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. എങ്കിലും 10ാം ക്ലാസ് വരെ എനിക്ക് നല്ലൊരു മാർക്ക് ലഭിക്കാത്ത ആ സാഹചര്യത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ടതിലൂടെ ദൈവം +1 എനിക്ക് നല്ലൊരു വിജയം കാഴ്ചവയ്ക്കുവാൻ ദൈവം എന്നെ സഹായിക്കാനിടയായിത്തീർന്നു. അതിലുപരി ഞാൻ പറയട്ടെ,
+1 +2 കാലഘട്ടങ്ങളിൽ ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് കൂടെ പഠിക്കുന്നവരോട് സുവിശേഷം പറയുവാനായിട്ട് ഞാൻ അന്നും ദൈവസന്നിധിയിൽ എന്നെ ദൈവം സഹായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അന്ന് ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ ബാഗിൽ ഞാൻ കുറച്ച് ട്രാക്റ്റ് ഞാൻ കരുതുമായിരുന്നു. എന്നാൽ ദൈവകൃപ എന്ന് പറയട്ടെ, അവിടെ കടന്നുപോയി അവർക്കൊക്കെ ട്രാക്റ്റ് കൊടുക്കുമ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് കഴിയുവാനിടയായിത്തീർന്നു. എന്നോട് കൂടെ പഠിച്ചവർ പലരും അന്ന് നല്ല മാർക്കോട് കൂടി ജയിച്ചവർ തന്നെയും എന്നോട് കൂടെ പഠിച്ചവർ +2 കടന്നു വന്നപ്പോൾ അവർ ഫെയിലായി പോയ സാഹചര്യത്തിൽ ദൈവം എനിക്ക് നല്ല മാർക്ക് തന്ന് എന്നെ അവിടെ നിന്ന് ജയിപ്പിക്കുവാനായിട്ടിടയായിരുന്നു. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയട്ടെ, +1 +2 പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ബൈബിൾ കോളേജ് പഠനം ആരംഭിക്കുവാനായിട്ടിടയായിരുന്നു. കൊല്ലത്തുള്ള ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി എന്ന് പറയുന്ന സെമിനാരിയിൽ ഞാൻ ഏകദേശം 3 വർഷം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ പഠന കാലയളവിൽ എൻ്റെ ജീവിതത്തിൽ പല ആവശ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ദൈവം വച്ചത് കൊണ്ട് അവിടെ എല്ലാം ആ ആവശ്യങ്ങളിലെല്ലാം ദൈവം എന്നെ കരുതുവാനായിട്ട് ഇടയായിത്തീർന്നു. പലതരത്തിലുള്ള ആവശ്യങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടന്നു വന്നു എൻ്റെ ജീവിതത്തിൽ ആ കാലയളവിൽ. പക്ഷേ അതിൻ്റെ നടുവിലെല്ലാം ദൈവം എന്നോട് കൂടെ ഇരുന്നു. രോഗങ്ങളെല്ലാം ദൈവം എന്നെ സൗഖ്യമാക്കുവാനിടയായിത്തീർന്നു. അതിലുപരി എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങൾ കടന്നു വന്നോ ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവം എന്നെ കരം പിടിച്ച് താങ്ങുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമായിരിക്കും എന്ന ദൈവവചനം പോലെ ദൈവത്തിൻ്റെ വലിയ കരുതൽ അനുഭവിച്ചറിയുകയായിരുന്നു ഈ കുടുംബം. ഞാൻ ഏകദേശം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവിൽ എൻ്റെ ഏറ്റവും ഇളയ സഹോദരന് ഒരു രോഗം കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു അപൂർവ രോഗം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. ആ രോഗമെന്ന് പറയട്ടെ, നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ കാലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തൊരു ചെറിയൊരു ബോളുണ്ട്. ഈ ബോള് പൊടിഞ്ഞ് പൂർണ്ണമായിട്ടും പോകുന്നൊരു രോഗമാണ്. ഈ ബോള് പൊടിഞ്ഞ് പൊയ്ക്കഴിഞ്ഞാലുള്ള പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴത്തുള്ള കാല്, അതായത് കാല് മുകളിലോട്ട് വലിഞ്ഞ് ഒരു കാലിൻ്റെ നീളം കുറയുവാനായിട്ടിടയായിത്തീരും. അതോടൊപ്പം തന്നെ കാലിലെ രക്തഓട്ടം നിലയ്ക്കുവാനായിട്ടിടയായിത്തീരും. ഇങ്ങനെ ഒരു മാരകമാകുന്ന രോഗം എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ആദ്യം നമുക്ക് ഈ രോഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എങ്കിലും അടുത്ത നാളുകളിൽ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവനെ കൊണ്ടുപോകുവാനായിട്ടിടയായിത്തീർന്നു. ഈ മുടന്ത് കൂടി വരുന്നത് കാരണം ഞങ്ങൾ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായിട്ടിടയായിത്തീർന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നത് കാലകത്തോട്ട് വലിഞ്ഞത് കൊണ്ടാണ് ഈ മുടന്ത് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ ഞങ്ങളവിടെ അന്ന് മുതൽ ചികിത്സ ആരംഭിക്കുവാനിടയായിത്തീർന്നു. ഏകദേശം ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ നിന്നും അവനെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏകദേശം അനേകം മാസങ്ങൾ അവൻ അവിടെ കിടക്കുവാനായിട്ടിടയായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇവന് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്തില്ല എങ്കിൽ ആ കാല് അകത്തോട്ട് വലിയ കാലപ്പുറം ഓപ്പറേഷൻ ചെയ്താലും ഈ അകത്തോട്ട് വലിയ കാല് പുറത്തോട്ട് വരത്തില്ല. അവിടെ ഒരു പ്ലാസ്റ്റിക് ബോൾ ഇട്ട് അതിനെ ക്ലിയർ ചെയ്യണമെന്ന് ഡോക്ടർ പറയുവാനായിട്ടിടയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയട്ടെ, ഓപ്പറേഷന് ഡേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കുറിച്ച് തന്ന ദിവസത്തിൽ തന്നെ ഞങ്ങൾ അവനെയും കൊണ്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. ഏകദേശം 1 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമായിരുന്നു. ആ സാഹചര്യത്തിൽ നാം നോക്കുമ്പോൾ അവൻ 2 കാലും പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരു വടി കൊണ്ട് ഈ 2 പ്ലാസ്റ്റർ ഇട്ട കാലിനെയും ഒന്നും അനങ്ങാതെ ഇങ്ങനെ ഹല്ലേലൂയ സ്റ്റഡിയായിട്ട് നിർത്തിയിരിക്കുക. അനങ്ങാനോ ഒന്നും പറ്റത്തില്ല. നടക്കുവാനോ ഇരിക്കുവാനും കിടക്കുവാനും മാത്രം പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അവനായിത്തീരുവാനായിട്ടിടയായിരുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ
പറയുവാനിടയായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെയിരുന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ദൈവത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരാഴ്ച ഏകദേശം 6 ദിവസം അവിടെ ഞങ്ങളുടെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന, 6 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. ഈ 6 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 2 ദിവസങ്ങളിൽ വന്ന ദൈവദാസന്മാർ ഇപ്രകാരം പ്രവചന ദൂതിൽ തങ്ങൾ പറയുവാനായിട്ടിടയായിരുന്നു, പ്രവചിച്ച് തങ്ങൾ പറയുവാനിടയായിരുന്നു. ശരീരത്തിലെ എല്ലിന് സുഖമില്ലാത്ത ഒരു രോഗി കടന്നു വന്നിട്ടുണ്ട്. ആ വ്യക്തി സൗഖ്യമായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ള കാര്യത്തെ ആ 2 ദൈവദാസന്മാർ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടിടയായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയെത്തുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം 6 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ അവനെ കൊണ്ടുപോകുവാനായിട്ടിടയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി മയക്ക് ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് ഇവനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന മെയിൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് മയക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും ഡോക്ടർ ഇപ്രകാരം പറയുവാനായിട്ടിടയായിരുന്നു, ഇവന് എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട്, നിങ്ങൾ ഒരു എക്സ്റേ എടുത്തിട്ട് കടന്നു വരണമെന്ന് പ്രിയ ഹാലലിയ ഡോക്ടർ പറയുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെയും എടുത്തുകൊണ്ട് എക്സ്റേ എടുക്കുവാനായിട്ട് എൻ്റെ പിതാവും മാതാവും കടന്നു പോകുവാനായിട്ടിടയായിരുന്നു. എക്സ്റേ എടുത്തിട്ട് മടങ്ങി വന്ന് ഡോക്ടറോട് ഡോക്ടർ എക്സ്റേ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ ഇപ്രകാരം പറയുവാനിടയായിരുന്നു, ദൈവത്തിനൊരു അത്ഭുതം ദൈവം കഴിഞ്ഞ ആ 6 ദിവസത്തിനിടയിൽ ദൈവം ചെയ്യുവാനായിട്ടിടയായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ആ പൂർണ്ണമായും പൊടിഞ്ഞു പോയ ആ ബോള് ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നതായിട്ട് പറയുവാനായിട്ടിടയായിരുന്നു. ഡോക്ടർമാർ വിധി എഴുതുവാനായിട്ടിടയായിരുന്നു, ഈ പൊടിഞ്ഞു പോയ ബോള് ഒരിക്കലും അത് പൂർവ്വസ്ഥിതിയിലേക്ക് കടന്നു വരത്തില്ല, ഈ അകത്തോട്ട് വലിഞ്ഞ കാല് ഒരിക്കലും പുറത്തോട്ട് കടന്നു വരത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അകത്തോട്ട് കടന്നു പോയ കാല് പുറത്തേക്ക് വരുവാനായിട്ടിടയായിത്തീർന്നു. ഈ പൂർണ്ണമായും പൊടിഞ്ഞു പോയ ബോള് അത് വീണ്ടും രൂപാന്തരപ്പെട്ട് പഴയ സ്ഥിതിയിലേക്ക് കടന്നു വരുന്നൊരു കാഴ്ച ഈ എക്സ്റേയിലൂടെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ദിവസത്തിൽ തന്നെ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഇവന് ഓപ്പറേഷൻ വേണ്ട, ഇതുപോലെ തന്നെ 2 കാലിലും പ്ലാസ്റ്റർ ഇട്ട് ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ അവന് പൂർണ്ണ സൗഖ്യം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് തന്നെ അവനെ ചില ദിവസങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായിരുന്നു. പ്ലാസ്റ്റർ എടുക്കുവാൻ വേണ്ടി കടന്നു പോയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ഡോക്ടർ അന്ന് ആ ഓപ്പറേഷന് മുൻപായിട്ട് ഒരു ചെരുപ്പിൻ്റെ അളവ് കുറിച്ച് തരുവാനായിട്ടിടയായിരുന്നു. അകത്തോട്ട് വലിയ കാലിന് വലിയ ചെരുപ്പും പുറത്ത് നോർമലായിട്ടിരിക്കുന്ന കാലിന് നോർമലായിട്ടുള്ള ചെരുപ്പും കുറിച്ച് തരുവാനായിട്ടിരുന്നു. പക്ഷേ ആ ദിവസത്തിൽ തന്നെ ഡോക്ടർ പറയുവാനിടയെത്തുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പൂർണ്ണ സൗഖ്യം ഇവനുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഡോക്ടർ വരെ അതിശയിച്ചു പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുവാനായിട്ടിടയായിരുന്നു. ഇന്ന് ഹല്ലേലൂയ ഈ സാക്ഷ്യ കൂടാരത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, രോഗങ്ങളായിക്കൊള്ളട്ടെ പ്രയാസങ്ങളായിക്കൊള്ളട്ടെ, അതിൻ്റെ നടുവിൽ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരും. ഈ അനുഭവങ്ങളാണ് എന്നെ വിശ്വാസ ജീവിതത്തിൽ പഞ്ചാബിൽ പോയ അനുഭവത്തിലും എന്നെ നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നത്. പഞ്ചാബിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും കുറവുകളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എങ്കിലും അതിൻ്റെ നടുവിലും ദൈവം എന്നെ പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഏകദേശം 1.5 വർഷം ഞാൻ അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. 6 മാസക്കാലം AG സഭയോടുള്ള ബന്ധത്തിൽ, അസംബ്ലി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് അമൃത്സറിൽ ദൈവത്തിൻ്റെ വേലയുടെ ഭാഗത്തിലായിരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷം കാസ എന്ന് പറയുന്ന പഞ്ചാബിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലേക്ക് കടന്നു പോകുവാനും അവിടെ ബാക്കിയുള്ള ഏകദേശം 1 വർഷക്കാലം ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും ദൈവം എന്നെ സഹായിക്കുവാനായിട്ടിടയായിരുന്നു. ഇതിനിടയിൽ കൂടെ ഒരു അനുഭവം കൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെ കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ കാസയുടെ പ്രദേശത്ത് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുവാനിടയായിരുന്നു. ഏകദേശം 6 മാസം 7 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ആ 2 മാസങ്ങൾക്ക് മുമ്പ് ട്രെയിൻ ടിക്കറ്റ് എടുക്കുവാനുള്ള കാശ് ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുവാനായിട്ടിടയായിരുന്നു. പക്ഷേ ഈ 2 മാസം കഴിഞ്ഞ് ആ വരേണ്ടുന്നതിന് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ് എൻ്റെ കരങ്ങളിലെ കാശില്ലായിരുന്നു.
കാരണം മറ്റുള്ള ചിലവുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിന് മുഖാന്തരം എനിക്ക് ഭവനത്തിലേക്ക് കടന്നു വരുവാൻ 1 രൂപ പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. 3 ദിവസത്തെ ട്രെയിനിലുള്ള യാത്രയുണ്ട്. 3 ദിവസവും എനിക്ക് ഭക്ഷണം കഴിക്കണം. അത് ഹല്ലേലൂയ ഭവനത്തിൽ നിന്ന് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് ഭക്ഷണം കഴിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതിനൊന്നും എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, അപ്പാ എന്ത് ചെയ്യണം? എനിക്ക് അടുത്തിനെ വീണ്ടും വീട്ടിലേക്ക് കടന്നു പോകണം. 3 ദിവസത്തെ യാത്രയുണ്ട്. 3 ദിവസം എനിക്ക് ഹല്ലേലൂയ ഭക്ഷണം കഴിക്കണം. ഇതിനുള്ള കാശ് എൻ്റെ കരങ്ങളിലില്ല എന്ന് ഞാൻ സങ്കടപ്പെട്ട് ദൈവസന്നിധിയിലായിരുന്നു. ഞാൻ ആ സമയത്ത് ചിന്തിക്കുവാനിടയായിരുന്നു, ഈ 3 ദിവസം ഒരു കാര്യം ചെയ്യാം, ഉപവാസം എടുക്കാം. ഉപവാസം എടുത്തുകൊണ്ട് 3 ദിവസം കഴിയുമ്പോൾ അവിടെ വീട്ടിലെത്തുമല്ലോ, വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചിന്തയോടെ ആ ഒരു ബോധ്യത്തോടെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുവാനിടയായിരുന്നു. ഏകദേശം ഞാൻ പോകുന്നതിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാവിലെ ഏകദേശം 3 മണിയോട് അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ എൻ്റെ ഫോണിൽ ഇപ്രകാരം വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ ദൈവദാസനെ, ഞാനിതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്രകാരം എനിക്കൊരു അനുഭവം ഉണ്ടായി, നിങ്ങൾക്കൊരു 4000 രൂപ അയച്ചു തരണമെന്ന് ഇപ്രകാരം എൻ്റെ മനസ്സിൽ തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് 4000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിയെന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ 2000 രൂപ എടുത്ത് കൂടെ നിൽക്കുന്ന ദൈവദാസനും കൊടുക്കണം, 2000 രൂപ പ്രിയ ദൈവദാസനും വച്ചിരിക്കണമെന്ന് പറഞ്ഞ് ഇപ്രകാരം എനിക്ക് കാശ് അയച്ചു തരുവാനിടയായിരുന്നു. ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ റൂമിലേക്ക് കടന്നു പോയിട്ട് ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, ദൈവമേ, അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി. ഇന്ന് ഹല്ലേലൂയ ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഹല്ലേലൂയ അതിയായുള്ള ആവശ്യം നമ്മുടെ ജീവിതത്തിൽ നാം വച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവേലയിലായിരുന്നാലും മറ്റുള്ള സാഹചര്യത്തിലായിരുന്നാലും അതിൻ്റെ നടുവിൽ നമുക്ക് നൽകി നമ്മെ ക്ഷേമത്തോടെ നടത്തുവാൻ ഈ ദൈവത്തിന് കഴിയുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു. ദൈവകൃപയാൽ ഭവനത്തിൽ ഏകദേശം 1 മാസക്കാലം നിന്ന് വീണ്ടും പഞ്ചാബിൻ്റെ പ്രദേശത്തേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ 6 മാസക്കാലം വീണ്ടും ദൈവത്തിൻ്റെ വേലയോടുള്ള ഭാഗത്തിൽ പഞ്ചാബിലായിരുന്നു. എന്നാൽ വീണ്ടും ഈ 6 മാസം കഴിഞ്ഞ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു മാരകമാകുന്ന രോഗം പിടിപെടുവാനായിട്ടിടയായിത്തീർന്നു. മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഈ രോഗം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. ആ സമയത്താണ് ഒരു ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറയുവാനെടുത്തുന്നത്, മഞ്ഞപ്പിത്തം മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്, മഞ്ഞപ്പിത്തത്തോടൊപ്പം അത് തന്നെ മറ്റൊരു രോഗം കൂടെ എൻ്റെ ജീവിതത്തിൽ വ്യാപിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് മുഖാന്തരമാണ് എനിക്ക് ഒരാഴ്ച എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം ഞാൻ ബെഡിൽ കിടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അവിടെ നിന്ന് ലഭിച്ച മരുന്നുകൾ ഞാൻ കഴിച്ചതിന് ശേഷം ചെറിയൊരു ആശ്വാസം ലഭിച്ചപ്പോൾ ഞാൻ ഉടനെ തന്നെ ദൈവദാസനോട് പറയുവാനിടയായിത്തീർന്നു, ദൈവദാസനെ, എനിക്ക് ഭവനത്തിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞതിന് ശേഷം ആ ദൈവദാസൻ എന്നെ വീണ്ടും ഭവനത്തിലേക്ക് ഫ്ലൈറ്റിൽ എന്നെ കയറ്റി വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ നിന്ന് ഞാൻ ഭവനത്തിൽ കടന്നു വന്ന് ഞാനിങ്ങനെ വിശ്രമിക്കുന്ന സമയം, അവിടെ നിന്ന് ഭവനത്തിൽ കടന്നു വന്ന ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, ആശുപത്രിയിൽ പോകണം, അത് ചെക്ക് ചെയ്യണം, എന്താണെന്നുള്ള അനുഭവം നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വന്നതിന് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ കടന്നുപോയ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ അസുഖത്തെക്കുറിച്ച് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ഇപ്രകാരം അനേകം ടെസ്റ്റുകൾ ചെയ്യുവാനായിട്ട് എഴുതിയിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് എന്നെ ഹല്ലേലൂയ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഈ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, ഇത് അല്പം കൂടുതലാണ്, മഞ്ഞപ്പിത്തം അല്പം കൂടുതലാണ്, അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുവാനിടയായിത്തീർന്നു. ഏകദേശം ഞാൻ അവിടെ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റൽ 3 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 3ാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മഞ്ഞപ്പിത്തം ബിലിറൂബിൻ 9 മുകളിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ലെവല് 9 മുകളിലേക്ക് കടക്കുവാനിടയായിത്തീർന്നു. ആ ഉടനെ സമയം തന്നെ ഈ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഉടനെ തന്നെ അവിടെ നിന്ന് ആംബുലൻസ് പിടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് എന്നെ വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ പിതാവിനെ വിളിച്ച് പറയുവാനിടയായിത്തീർന്നു, ഇതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ പിതാവ് ഉടനെ തന്നെ ജോലി സ്ഥലത്തായിരുന്നുവെങ്കിലും അവിടെ നിന്ന് ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. ഈ സമയത്ത് തന്നെ എൻ്റെ സഭയിലെ വിശ്വാസ കുടുംബങ്ങളും അതുപോലെ തന്നെ പഞ്ചാബിലെ ദൈവദാസന്മാരും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ആ ദൈവിക ദർശനത്തിൽ അല്ലെങ്കിൽ ദൈവിക വേലയോടുള്ള എൻ്റെ
ദൈവത്തിൻ്റെ ആ ദർശനത്തിൽ തന്നെ ഞാൻ അതിയായി വിശ്വസിച്ച് ദൈവസന്നിധിയിലായിരുന്നത് മുഖാന്തരം മെഡിക്കൽ കോളേജിലേക്ക് കടന്നുപോയ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിലെത്തി അവിടെ ഏകദേശം ഒരാഴ്ചയോളം അവിടെ അഡ്മിറ്റ് ആയിരുന്നു. 3 ദിവസം അവിടെയും 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും ബിലിറൂബിൻ്റെ അളവ് കൂടി 12-ന് മുകളിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ കരൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കരളും മഞ്ഞ കളറിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിന്ന് ഡോക്ടർ പറയുവാനെടുത്തുന്നു. കണ്ണും എൻ്റെ വിരലും അതുപോലെ തന്നെ നഖങ്ങളെല്ലാം മഞ്ഞ കളറിലേക്ക് മാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സഭയും എൻ്റെ ദൈവദാസനും എൻ്റെ മാതാപിതാക്കളും എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം എന്നെ നിലനിർത്തിയത് എൻ്റെ പിന്നിൽ, അതായത് എൻ്റെ ചെറിയ കാലഘട്ടങ്ങളിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ആ നിമിഷത്തിലും എന്നെ നിലനിർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ദൈവകൃപയെന്ന് പറയട്ടെ, അവിടെ അഡ്മിറ്റ് ആയിരുന്ന സാഹചര്യത്തിൽ ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം വലിയൊരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഈ 12 ലെവലിൽ കടന്ന് ബിലിറൂബിൻ പിന്നെ താഴ്ന്ന് ലോ ലെവലിലേക്ക്, നോർമൽ ലെവലിലേക്ക് എത്തുവാൻ ദൈവം എന്നെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വിശ്വാസത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതൽ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇപ്രകാരം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നാം സമർപ്പിക്കപ്പെട്ട് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവം എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയായിട്ടോ പ്രതികൂലമായിട്ടോ രോഗമായിട്ടോ എന്ത് തന്നെ നേരിട്ടാലും അതിൻ്റെ നടുവിലെല്ലാം ദൈവം നമ്മെ പരിപാലിച്ച് രോഗസൗഖ്യം നൽകി നമ്മെ വിടുവിപ്പാൻ ശക്തനാകുന്ന ദൈവമെന്ന് എൻ്റെ ജീവിതത്തിലൂടെ ദൈവം എന്നെ മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയായിരുന്നു. അതിനുശേഷം ഞാൻ എവിടെയെല്ലാം കടന്നു പോയോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഇടയായിരുന്നു. ഇന്ന് ഹല്ലേലൂയ, ഈ സാക്ഷി കൂടാരത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ഇപ്രകാരം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പടി മുന്നോട്ട് വച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് നാം ഒരു പടി മുന്നോട്ട് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം കാണിച്ചു തന്ന് വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുവാൻ സർവ്വശക്തനാകുന്ന ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തെ ഞാനിവിടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നു ഭവിച്ച രോഗത്തിൻ്റെ തീവ്രമായ പ്രതിസന്ധിയിൽ നിന്ന് മനസ്സ് തകർന്നു പോയ നാളുകളിൽ ദൈവാശ്രയത്തോടെ കാലുകൾ മുന്നോട്ട് വച്ചപ്പോൾ ദൈവം നൽകിയ വിടുതലിനായി നമുക്കും ദൈവത്തോട് നന്ദി പറയാം.